മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പരാതി. ചെയർപേഴ്സൺ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തുവെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എന്താണ് ആ പരാതിയിൽ പറയുന്നത്? കോടതിയിലേക്ക് എത്തുകയാണോ വിഷയം? മനോ, തീർച്ചയായും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഈ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തു എന്നാണ്. അതോടൊപ്പം തന്നെ ജോയ്സ് മേരി ആന്റണിയെ അയോഗ്യയാക്കുന്നതിനായി ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ആണ് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ നഗരസഭയിലെ 24-ാം വാർഡിലെ വോട്ടറായിട്ടുള്ള പുള്ളോർക്കുടിയിൽ PV ഷാജിയാണ് ഈ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കേരള മുനിസിപ്പൽ ആക്ടിൻ്റെ സെക്ഷൻ 164 പ്രകാരമാണ് ജോയ്സ് മേരി ആന്റണിയെ അയോഗ്യ ആക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തി എന്ന ആരോപണമാണ് ജോയ്സ് മേരി ആന്റണി എന്ന ചെയർപേഴ്സണെതിരെ തുടരുന്നത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്നും ഹർജിക്കാരൻ പറയുന്നു. അതോടൊപ്പം തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടും ഈ കുറ്റാരോപിത ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകളിൽ വ്യാപകമായ രീതിയിൽ വ്യാജ പകർപ്പുണ്ടാക്കി എന്ന ഒരു സംശയം കൂടി നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അടക്കം സംശയം പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതായത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ജോയ്സ് നടത്തിയ അന്തർ സംസ്ഥാന യാത്ര ദുരൂഹമാണ് എന്ന ഒരു കാര്യം കൂടി ഈ ഒരു ഹർജിയിൽ സൂചിപ്പിക്കുന്നു. ഒപ്പം നാമനിർദ്ദേശ പത്രികയോടൊപ്പം കേരള മുനിസിപ്പൽ ആക്ടിലെ സെക്ഷൻ 108 ഉപവിഭാഗങ്ങളിൽ അനുസരിച്ച് ഫോറം നമ്പർ 2A ഫയൽ ചെയ്ത വിദ്യാഭ്യാസ യോഗ്യത സീനിയർ സെക്കൻഡറി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫോറം നമ്പർ 2A നൽകിയിരിക്കുന്നത് BBA 2020 അരുണോദയ യൂണിവേഴ്സിറ്റി എന്ന പരാമർശമാണ്. ഈ പ്രസ്താവന വ്യാജമാണോ എന്ന ഒരു സംശയം കൂടി ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ടുള്ള വിവരം അതിൽ അടക്കം വലിയ രീതിയിലുള്ള വ്യാജമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വമാണ് എന്ന കാര്യങ്ങളടക്കം ഈ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ആസ്തികൾ ബാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ് എന്ന കാര്യം കൂടി നിലവിൽ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ജോയ്സ് മേരി ആന്റണിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ യോഗ്യത വ്യാജമാണ് എന്നാണ് ഹർജിക്കാരൻ ഈ ഹർജിയിൽ നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.